ഇന്നത്തെ വചനചിന്ത പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഭക്തനായ അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്ത സന്തതിയാണ് ഈസഹാക്ക്. ഈസഹാക്കും തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്നു. ഭക്തനായ ഈസഹാക്ക് ഇപ്രകാരം വിളിച്ചു പറയും: എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, പ്രാർത്ഥനയുടെ മറുപടി നൽകുകയും ചെയ്യുന്ന ദൈവമാണെന്ന്. കാരണം ഭക്തനായ ഈസഹാക്ക് ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്ക മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചിരുന്നു. യഹോവ ഇസഹാക്കിൻ്റെ പ്രാർത്ഥന കേട്ടു. ഇസഹാക്കിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടപ്പോൾ ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. ഇസഹാക്കിൻ്റെ പ്രാർത്ഥന കേട്ട് റിബേക്ക ഗർഭം ധരിച്ചപ്പോൾ ഗർഭത്തെ അടയ്ക്കുവാനും തുറക്കുവാനും മച്ചിയായവളെ അമ്മയാക്കുവാനും നാം ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഇസഹാക്കിന് മനസ്സിലായി. പ്രാർത്ഥനയുടെ മുമ്പിൽ തുറക്കാത്തതായി ഒന്നുമില്ല, ദൈവത്താൽ കഴിയാത്ത കാര്യമില്ല. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ദൈവം കൈമാറിയ ദർശനത്തിന് വാഗ്ദത്തത്തെ ദൈവം അരുളി ചെയ്തിരിക്കുന്ന അവധിയിൽ ദൈവം പൂർത്തീകരിക്കും. സാഹചര്യം ഏത് പ്രതിസന്ധിയായിരുന്നാലും, സമയം കഴിഞ്ഞാലും, നിർജീവമായ അവസ്ഥയായാലും, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം കുറിക്കപ്പെട്ട സമയത്ത് വാഗ്ദത്തം ദൈവം പ്രവർത്തിപ്പാനിടയാകും, പൂർത്തീകരിപ്പാനിടയാകും. ഭക്തനായ അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം ഭക്തനായ അബ്രഹാമിനോട് അരുളി ചെയ്ത അതേ അവധിക്ക് സാറ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചുവെങ്കിൽ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും വരും, നിശ്ചയം അതിനായി കാത്തിരിക്കുകയെന്ന് ഹബക്കൂക്ക് പ്രവചന പുസ്തകം വിളിച്ചു പറയുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ടോ? ദൈവിക പദ്ധതിയിലേക്ക് ചലിക്കുക. ദൈവം വാഗ്ദത്തം പൂർത്തീകരിപ്പാനിടയാകും. ഒരിക്കലും നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. ദൈവം കുറിക്കപ്പെട്ട നാളിനായി കാത്തിരിക്കുവാൻ തയ്യാറായുക. അത് വൈകിയാലും വരും, നിശ്ചയം താമസിക്കത്തില്ല എന്ന് തിരുവചനം പറയപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ എബ്രായ സ്ത്രീകൾക്ക് ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണമെന്ന കൽപ്പന ഫറവോൻ രാജാവ് പുറപ്പെടുവിച്ചിട്ടും ദൈവിക നിയോഗം മോശയുടെ മേലുള്ളതുകൊണ്ട് ദൈവിക നിയോഗമുള്ള മോശയുടെ ജനനത്തെ തടയുവാൻ ആർക്കും കഴിഞ്ഞില്ലെന്നുള്ളതാണ്. മോശയുടെ കുടുംബത്തിന് 3 മാസം കുഞ്ഞിനെ ഒളിപ്പിക്കുവാൻ കഴിഞ്ഞു. അതിനുശേഷം പെട്ടകത്തിനകത്ത് കുഞ്ഞിനെ കടത്തി നദിയിൽ ഒഴുക്കിവിട്ടു. ഞാങ്ങണയുടെ ഇടയിൽ അവന് എന്ത് സംഭവിക്കുന്നുവെന്നറിയുവാൻ മിരിയാം ഒളിച്ചു നിന്ന് ദൂരെ നിന്ന് നോക്കി. ഫറവോൻ കൊല്ലണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചിട്ടും കൽപ്പന നിലവിലുണ്ടായിരുന്നിട്ടും ദൈവം വളർത്തുവാൻ ഫറവോൻ്റെ പുത്രിയുടെ കരങ്ങളിലേക്ക് മോശയെ നൽകിയെന്നുള്ളതാണ്. എവിടെ വളരത്തില്ല, എവിടെ വാടത്തില്ലെന്ന് പറഞ്ഞോ അതേ സ്ഥലത്ത് ഭക്തനായ മോശയെ ദൈവം വളർത്തി എന്നുള്ളതാണ്. എവിടെ വാഴത്തില്ലെന്ന് പറഞ്ഞോ അതേ സ്ഥലത്ത് മോശയെ വാഴിച്ചുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത്. എവിടെ പിശാച് നമ്മെ തകർക്കുമെന്ന് പറഞ്ഞോ, എവിടെ പിശാച് നമ്മെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞോ അതേ ശത്രുവിൻ്റെ കൺമുൻപിൽ ദൈവം നമ്മെ വളർത്തുവാനിടയാകും. ദൈവം നമുക്ക് സകല അധികാരങ്ങളെ നൽകുവാനിടയാകും. ഭക്തനായ യോസഫിനെ തൻ്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടു. ഭക്തനായ യോസഫിൻ്റെ സഹോദരങ്ങൾ വിചാരിച്ചിരുന്നത് ഭക്തനായ യോസഫ് ഈ പൊട്ടക്കിണറ്റിനകത്ത് ഒതുങ്ങുമെന്ന്. എന്നാൽ ഭക്തനായ യോസഫിൻ്റെ മേലുള്ള വാഗ്ദത്തം ആ പൊട്ടക്കിണറ്റിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലായിരുന്നു. പോത്തിഫറിൻ്റെ ഭവനത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ലായിരുന്നു. കാരാഗൃഹത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ലായിരുന്നു. മിസ്രൈമിനെ രണ്ടാമനാക്കി മാറ്റി ഉയർത്തി ഒരു രാജ്യത്തിൻ്റെ മേലൊരു അധികാരത്തെ യോസഫിൻ്റെ മേൽ നൽകിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഭക്തനായ യോസഫ് എല്ലാ മേഖലകളിലും പ്രാർത്ഥനയോടുകൂടെ വിശ്വസ്തയോടുകൂടെ ആയിരുന്നപ്പോൾ ഉന്നത അധികാരം നൽകി മാനിച്ചിരുന്നുവെങ്കിൽ, ഭക്തനായ ദാവീദ് ആടുകളെ മേച്ച് വനാന്തരങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. താൻ പിറുപിറുത്തില്ല, താൻ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. താൻ അവിടെ നിന്ന് കിന്നര വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നത്തേതിൽ ഇസ്രായേലിനെ രാജാവാക്കി മാറ്റി. ആകയാൽ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരാം. ആ നിമിഷവും പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ ദൈവമുണ്ട്. തക്ക സമയം എന്നെ ദൈവം ഉയർത്തും. തക്ക സമയം ദൈവം നൽകിയ വാഗ്ദത്തം പൂർത്തീകരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, മുന്നേറുക.
വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ഇരട്ടി കൃപയും അഭിഷേകവും നൽകുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ട്. താങ്കളുടെ പ്രാർത്ഥനയുടെ മറുപടി വേഗം കരങ്ങളിൽ ലഭിക്കാനിടയാകും. അവ കണ്ണുകൊണ്ട് കാണുവാനും അത്ഭുതങ്ങളെ തൊടുവാനും ഈ നാളുകളിൽ കർത്താവ് സഹായിക്കും. വചനം ശ്രവിക്കുന്ന ഏവരെയും കർത്താവ് പ്രാർത്ഥനയുടെ മറുപടി നൽകി വിടുവിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.